കരയാതമ്മേ. അമ്മേ, അച്ഛനെ രക്ഷിക്കുക എന്നതാ പ്രധാനം. മറ്റൊന്നും അമ്മ ചിന്തിക്കരുത്. എന്നാലും നീ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട് കൊണ്ട് നടന്ന കാറല്ലേ? നിനക്കും ദേവിക്കും വേണ്ടി അച്ഛൻ വാങ്ങിത്തന്ന വിവാഹ സമ്മാനമല്ലേ വിറ്റത്? ആ കാർ വാങ്ങിച്ചത് അച്ഛനല്ലേ? ആദ്യം അച്ഛൻ പുറത്തു വരട്ടെ. ആ സമ്മാനം തന്ന ആളിപ്പോ എവിടെയാ? ജയിലിലല്ലേ? ഇറക്കിക്കൊണ്ട് വരണ്ടേ? അമ്മേ, വണ്ടിയൊക്കെ ഇനിയും വാങ്ങാമേ. അമ്മ വിഷമിക്കല്ലേ. നമുക്ക് നമ്മളെ ഉള്ളൂ. എങ്ങനെയും അച്ഛൻ നിരപരാധിയാണെന്ന് തെളിയിച്ച് പുറത്തു കൊണ്ടുവരണം. അമ്മയും ഗിരീഷേട്ടനും ചേച്ചിക്ക് വരുന്നുണ്ട്. അമ്മ കരയല്ലേ? വാ ഗിരീഷേട്ടാ. അമ്മ എന്തിനാ കരയുന്നത്? എന്താ അമ്മേ, എന്താ കാര്യം? അച്ഛന്റെ കേസിന് വേണ്ടിയുള്ള അഡ്വാൻസ് 5 ലക്ഷം രൂപയുണ്ട്. നന്ദ തന്നതാ. ഇതെങ്ങനെ ഇത്രയും പെട്ടെന്ന് കാശ്? അവന്റെ കാറ് വിറ്റുമോളെ. നന്ദ, നീ സാരല്ലേച്ചി, കാർക്ക് ഇനിയും വന്നോളും അല്ലേ ഗിരീഷേട്ടാ? ഞങ്ങൾ വന്നതും ക്യാഷിന്റെ കാര്യം പറയാനായിരുന്നു. ഞാനൊരാളോട് മോനെ വേണ്ട. ഗിരീഷ് വീട്ടിലെ മൂത്ത മകനാ. ആ സ്ഥാനത്ത് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും കാണുന്നത്. ലോകത്ത് മറ്റാരും കൂടെ ഇല്ലെങ്കിലും ഗിരി ഒപ്പം ഉണ്ടാവുമെന്നറിയാം. പക്ഷെ മോനെ, ഇപ്പോഴത്തെ കാര്യത്തില് മോനും കൂടി ബുദ്ധിമുട്ടണ്ട. അത്രയും നിവൃത്തിയില്ലാത്തൊരു സാഹചര്യം ഉണ്ടാവുമ്പോ ഗിരിയോട് തന്നെ ചോദിക്കും. ഇനി ഇത് അഡ്വക്കേറ്റിന് എത്തിച്ച് കേസിന്റെ നടപടികൾ തുടങ്ങണം. ദേവികയോടെ? അവൾ അച്ഛനെ കാണാൻ പോയിട്ട് വന്നിട്ടില്ല. കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ 10 വർഷങ്ങൾ.